ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ചയിലേക്ക് വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും വീണ്ടും വിവാഹമൊക്കെ കഴിച്ച് വീട്ടിലെത്തി. നമ്മുടെ സച്ചിയുടെ ആഗ്രഹം കേട്ടില്ലേ? അങ്ങനെ നമ്മുടെ സച്ചിക്ക് ശാന്തി മുഹൂർത്തം വേണം അത്രേ. ഏതായാലും അവരുടെ ആദ്യത്തെ വിവാഹത്തിൽ അവർക്ക് ഈ ശാന്തി മുഹൂർത്തം ഒന്നും ഇല്ലായിരുന്നു, ആഘോഷിക്കാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ശാന്തി മുഹൂർത്തമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് മോളുടെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനൊക്കെ പകരം വീട്ടണം. ഇത് കേട്ടതും ശ്രുതിയുടെ സമാധാനം പോയി. ഉള്ള സമാധാനം കൂടെ പോയെന്ന് കൂട്ടിക്കണ്ടാൽ മതി. അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കിച്ചണിൽ ഓരോ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ രേവതിനെയാണ്. അപ്പം കിച്ചണിൽ നമ്മുടെ രേവതി പണിയെടുക്കുന്നത് ആ ഒരു കല്യാണം കഴിച്ച ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാണ്, കല്യാണത്തിന് പോയ ആ ഒരു സാരി തന്നെ കൊടുത്താണ്. അപ്പോഴത്തേക്ക് രേവതിയോട് വന്ന് ചോദിക്കും, ഇതെന്താടി നീ ഇതൊന്നും മാറുന്നൊന്നുമില്ലേ? നീ എന്താ മതി പറന്ന് നിൽക്കുകയാണോ? കല്യാണത്തിന്റെ ചിന്തയിലാണോ നീ ഇപ്പോഴും നിൽക്കുന്നത്? എടി ഏതുവരെ പോകൂടി ഇത്? നിന്റെ കെട്ടിയോൻ ഇപ്പൊ നിന്നെ തലയെ ചുമന്നുകൊണ്ട് വെച്ച് നടക്കുന്നത് കൊണ്ട് നിനക്ക് വലിയ സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം. ഈ സന്തോഷം അധികം നാളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ തലയെ കൊണ്ട് നടക്കുന്ന അവൻ തന്നെ നാളെ നിന്നെ എടുത്ത് താഴെ ഇടും. അപ്പൊ നീ കിടന്ന് ഉരുളും. ഇതല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മ എന്തിനാ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്? ഞാൻ അമ്മയോട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നീ ഒന്നും പറയണ്ടടി. നീ എന്തിനാണ് ഈ താലി മേടിച്ചതെന്നും താലി മേടിപ്പിച്ചതൊന്നും ഈ താലി കൊണ്ട് നിന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു വിവാഹം പോലെ നടത്തിപ്പിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ശപഥം ജയിച്ച് നീ എന്നെ തോൽപ്പിച്ചെന്ന് അറിയിക്കണം. അതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ ഈ ഒരു വേഷമൊക്കെ കിട്ടിയത്? എനിക്കറിയാടി നിന്റെ സ്വഭാവം എന്താണെന്ന്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഏതറ്റം വരെ പോയാലും ഈ ചന്ദ്ര തോക്കാൻ പോകുന്നില്ലടി. ഒരു പൂക്കട ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങിയേക്കാണ്. എടി നീ കൊടുത്ത പൈസയും കൊണ്ടല്ലേടി അവൻ പോയി മാല മേടിച്ചിട്ട് വന്നത്. എന്നിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല പോലും. ഓ എടി നാണം ഉണ്ടോടി നിനക്കെന്ന് ചോദിച്ചപ്പം, ദേ അമ്മേ ഞാൻ പറഞ്ഞു, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുത്. എനിക്ക് അത്രയും പൈസയൊന്നുമില്ല സച്ചേട്ടന് കൊടുത്ത് മാല മേടിപ്പിക്കുക. അല്ലെങ്കിലും അതിന്റെ കാര്യമില്ലല്ലോ. സച്ചേട്ടൻ എനിക്ക് മേടിച്ചുകൊണ്ട് തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എടുത്ത ശബ്ദമാണ് അത് സച്ചേട്ടൻ നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത്? അമ്മേ എന്നെ വിട്ടുപിടി ദയവ് ചെയ്ത്. ഞാൻ ഒരു ശല്യത്തിനും വരുന്നില്ല. അതുകൊണ്ട് അമ്മ എന്നെ വിട്ടുപിടി എന്ന് പറഞ്ഞപ്പോ ഒക്കെ അഹങ്കാരം ഉള്ള നാക്കങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുവാണല്ലോ. എന്തും പറയാമല്ലോ. ഇപ്പൊ കെട്ടിയോന്നുള്ളത് കൊണ്ട് അനുഭവിക്കാൻ പോകുന്ന ഓൾറെഡി നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നീ ഒരു കാലത്തും അവന്റെ കൂടെ സ്വസ്ഥതയോട് കൂടി നിനക്ക് ജീവിക്കാൻ പറ്റില്ലടി മുടിഞ്ഞവളെ എന്നൊക്കെ പറഞ്ഞ് പ്രാഗിയിട്ട് അങ്ങ് പോവാ. ഇത് കേട്ടപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി. കാരണം ഈ പ്രാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മോശമായ കാര്യമാണ്. നമുക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരാളെ പ്രാകുന്നത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രാത്രിയായി. അങ്ങനെ രേവതി പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുക. അവിടെ ഒരാൾ കാത്തിരിക്കുകയാണ്. മണിയറ ഒരുക്കൊന്നുമില്ല, മണിയറയൊക്കെ ഒരുക്കണമെന്ന് ചിന്തിച്ച് കാത്തിരിക്കുക. ആര്? നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി രേവതി വന്നതേ പറഞ്ഞു, അതെ രാവിലത്തെ പൂവെല്ലാം വെച്ച് ഒരുപ്പുണ്ടോ? പൂ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്തിനാ പൂവ്? അല്ല നമുക്ക് മണിയറ ഒരുക്കണ്ടേ? മണിയറ ഒരുക്കാണോ? സച്ചേട്ടൻ എന്താ ഈ സച്ചേട്ടൻ പറയുന്നത്? ഞാനോട്ട് രാവിലെ ചുമ്മാ തമാശക്ക് എന്തെങ്കിലും പറഞ്ഞു തന്ന്. ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. അന്നോ നമുക്ക് ശാന്തി മുഹൂർത്തം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തം. അപ്പൊ സച്ചേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? സീരിയസ് ആയിട്ടല്ലാതെ വന്നേ ഇങ്ങോട്ട് ബാ, നമുക്ക് പൂവ് എടുത്തോണ്ട് വരാം. അപ്പൊ നാളെ കെട്ടാനുള്ള പൂവോ? അത് നാളെ വിൽക്കാനുള്ള പൂവല്ലേ? അതൊന്നും സാരമില്ല എന്ന് പറയപ്പോ അത് സാരമുണ്ട് സച്ചേട്ട. ഒന്ന് വേറെ പണിയില്ലല്ലോ, ഒരു ശാന്തി മുഹൂർത്തമായിട്ട് വന്നേക്കാം. നിനക്കപ്പോ ആഗ്രഹമില്ല? എന്ത്? എനിക്കൊരു ആഗ്രഹമില്ല. അല്ല എന്നിട്ട് നീ എന്താ കല്യാണത്തിനോടുത്ത് ഈ സാരി മാറാതെ ഇപ്പോഴും ഈ സാരി ഇട്ടോണ്ട് നിൽക്കണത്? ഇടുകി വെച്ച് കള്ളി, എനിക്കറിയാടി നിനക്കും ആഗ്രഹം ഉണ്ടെന്ന്. അത് പിന്നെ ഇടി കള്ളി, അപ്പൊ നിനക്കും ആഗ്രഹമുണ്ട്. എന്നിട്ട് ഈ സച്ചിനിട്ട് വട്ടം കറക്കാല്ലേ? ഇന്ന് വന്നേടി എന്ന് പറഞ്ഞ് കൈ പിടിച്ചൊരു ഒറ്റ വലി വലിച്ചതും നമ്മുടെ രേവതി കറങ്ങി ചെന്ന് സച്ചിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. വീഴാൻ തുടങ്ങി നമ്മുടെ സച്ചി അങ്ങ് പിടിച്ചു. പിന്നെ കുറച്ച് റൊമാൻസ് ആണ് കേട്ടോ. അങ്ങ് കണ്ണി നോക്കുന്നു കുറെ നേരം. ഒരു മെഴുതിരിയുടെ നെറുകയിലൊഴുകാൻ പ്രണയമേ, ആ ഒരു പാട്ടുണ്ടല്ലോ. ആ ഒരു പാട്ടില് അടിപൊളിയായിട്ട് കുറേ ലവ് സീന്. ഇതിനിടയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ട വീട് സച്ചേട്ട. ദേ എന്താ സച്ചേട്ടായി കാണിക്കുന്നത്? ആഹാ, ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിലല്ലേ കാണിക്കുന്നത്? അല്ല എങ്കിലും അതെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടും ആത്മാർത്ഥമായിട്ടല്ലല്ലോ കല്യാണത്തിന് നിന്നതും സഹകരിച്ചതൊന്നും. അന്ന് നമ്മുടെ മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു. അന്ന് ഞാനൊരു റൗഡി അല്ലായിരുന്നോ? റൗഡി തരത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ലല്ലോ.
അതെ ഞാൻ റൗഡിയാ. ആ സച്ചേട്ടൻ റൗഡിയാ. ഞാൻ റൗഡിയാ അല്ലേ? സച്ചേട്ടൻ റൗഡിയാ, പക്ഷെ ഇപ്പം ഈ റൗഡി തരം ഉണ്ടല്ലോ എനിക്കിഷ്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്നുകൂടെ നമ്മുടെ രേവതിയിൽ അങ്ങോട്ട് എടുത്തങ്ങ് കറക്കുകയാണ് കേട്ടോ. ഓഹോ, ഈ റൗഡി എന്നാ ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നുള്ളൂ നീ എന്നൊക്കെ പറഞ്ഞ് എടുത്തങ്ങോട്ട് കറക്കി. എന്നിട്ട് വീണ്ടും ഈ പാട്ട് തന്നെ ഇതാണ് ഇടയ്ക്ക്. ഏതായാലും അടിപൊളി ഒരു ലവ് സീൻ തന്നെയാണ് കേട്ടോ അവരുടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, വർഷയും ശ്രീകാന്തും. അപാര ഗെയിമുകൾ. നിന്നെ ഞാൻ വെടിവെക്കൂടാ, നിന്നെ ഞാൻ ഇപ്പം വെടിവെക്കൂടാ, എടാ നീ അവിടെ അടങ്ങി നിൽക്കടാ, രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്ത് നീ പബ്ജി അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് ഗെയിമിനെ കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതങ്ങാണ്ട കളി. ഏതായാലും ആ ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വർഷയുടെ കണ്ണ് പൊത്തുന്നു. അപ്പോൾ ഇവർ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നു. ലാസ്റ്റ് വർഷ ജയിക്കുമ്പോൾ വർഷ ഹായ് ഹൂ ഹേ എന്നൊക്കെ വിളിച്ചു പോകുന്നു. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ സുധീനെയും കാണിക്കാം. സുധി ഉറക്കപ്പിച്ചേ കിടന്ന് അയ്യോ 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 ദേ 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 കാണുന്നത് എന്താ? അതല്ലേ ദോശ, ദേ ഇതല്ലേ ചമ്മന്തി, എത്ര ദോശ വേണം, എത്ര ചമ്മന്തി വേണം, സാമ്പാർ വേണോ, വട വേണോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവാണ്. ഉറക്കത്തിലാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷയല്ല ശ്രുതി ഇതെന്താ ശ്രുതി എണീക്കാൻ പറഞ്ഞു. അപ്പൊ ശ്രുതി വട 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 വടയാണോ വേണ്ടേ, ഇപ്പൊ കൊണ്ടുവരാം വട എന്നും പറഞ്ഞ് അങ്ങനെ ഓരോ ലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളിക്കാരനും മറ്റേ ഹോട്ടലിൽ ഓർമ്മയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി എണീപ്പിച്ച് എന്താ ഈ പറയുന്നത്, ശ്രുതിക്ക് എന്താ പറ്റിയത്? ഈ വെയിറ്റർമാരെ പോലെ സംസാരിക്കുന്നത് ഹോട്ടലിലേക്ക്. അയ്യോ ഞാൻ വെയിറ്ററൊന്നുമല്ല. അല്ല ശ്രുതി വെയിറ്ററാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല എന്തിനീ വട ദോശ മസാല ദോശ എന്നൊക്കെ പറയുന്നത്? അത് പിന്നെ അവിടെ അടുത്തൊരു മസാല ദോശ കിട്ടുന്ന കടയുണ്ട്, അവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ ശ്രുതി ഇത്? സാധാരണ ആൾക്കാരൊക്കെ പറയുന്നതാണോ ഇത്? സാധാരണ ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങേണ്ട സമയത്താണോ എൻ്റെ ഭർത്താവ് ദോശ വട ഇഡലിയൊക്കെ സ്വപ്നം കണ്ടോന്ന് ഉറങ്ങണത്? എന്താ ശ്രുതി ഇതെന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കാണ്. അപ്പൊ നമ്മുടെ ശ്രുതി മാറ്റി പിടിച്ചു. പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ എനിക്ക് സിനിമാ നടികളെയൊക്കെ സ്വപ്നം കാണേണ്ട കാര്യമുണ്ടോ? എൻ്റെ അടുത്ത് സിനിമാ നടിനേക്കാളും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തിനാ ആ സ്വപ്നമൊക്കെ കാണുന്നത്? ഓഹോ ആണോ എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചിട്ട് അവരുടെ കുറച്ച് റൊമാൻസ് സീനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടൊക്കെ ഇങ്ങനെ ബഹളമൊക്കെ വെക്കുന്നത്, അതായത് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ഇവരുടെ ഒച്ചപ്പാട്, അതായത് 3 റൂമിൽ നിന്നും ചിരിയും കളിയും ബഹളമൊക്കെ. ഈ ഒച്ചപ്പാട് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല. ചന്ദ്ര എണീറ്റിട്ട് അതെ രവിയേട്ട എണീറ്റ്, ദേ നേരത്തെ രേവതിയുടെ മുറിയിൽ ഇപ്പം ശ്രീകാന്തിന്റെ മുറിയിൽ നിന്നാണ് കേൾക്കുന്നത്, അതിനു മുമ്പ് സുധിയുടെ മുറിയിൽ നിന്നും കേട്ടു. ഇതെന്താ ഈ പാതിരാത്രി കിടന്ന് ഇവര് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇവിടെ മനുഷ്യന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഓഹോ ഇതിപ്പോ നല്ല കൂത്തായി പോയല്ലോ ചന്ദ്ര. അവരുടെ റൂമിൽ കിടന്ന് അവര് ചിരിക്കുകയോ എന്തൊക്കെ ചെയ്യട്ടെ, അതിനിപ്പോ നിനക്കെന്താ? അവര് ഭാര്യയും ഭർത്താവുമല്ലേ? അല്ല എങ്കിലും ഈ പാതിരാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആഹാ നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് പഞ്ഞി എടുത്ത് ചെവിയിൽ അങ്ങോട്ട് കുത്തി കയറ്റി വെക്കുക, അപ്പൊ നിനക്ക് ഉറങ്ങാൻ പറ്റും. എന്താ രവിയേട്ടാ ഇത്? മനുഷ്യന്റെ സമാധാനം ഇല്ലെന്നോ? എടി ഇതൊക്കെ കണ്ട് സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? 3 മരുമക്കളും 3 റൂമിലും സന്തോഷമായിട്ടിരിക്കുന്നു, മക്കളും സന്തോഷമായിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാടി നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് കിടന്നു. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കാണുന്ന അത്രയ്ക്ക് പിടിക്കത്തില്ലല്ലോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി ഇങ്ങനെ പൂക്കടയിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി പൂക്കടയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി പുറത്ത് പോയിട്ട് വരുന്നത്. അപ്പൊ ശ്രുതി പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, അതെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു തരണോ അതോ എടുത്ത് കഴിക്കുമോ എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പം രേവതി ഉണ്ടാക്കി തന്നു, എനിക്കും എൻ്റെ ഭർത്താവിനും ഇപ്പൊ തൽക്കാലം വേണ്ട, അതെ ഞാൻ എൻ്റെ ഭർത്താവിന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് കൊടുത്തോളാന്ന് പറഞ്ഞു. രേവതിക്ക് ഇത് കേട്ടതും സങ്കടമായിട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മസാല ദോശയാണ്. അപ്പൊ രാത്രി കിടന്ന് മസാല ദോശയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ശ്രുതിയുടെ വിചാരം ഇത് കഴിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും നമ്മുടെ ശ്രുതി പറഞ്ഞതെന്നാണ്. അതുകൊണ്ടാണ് ശ്രുതി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ടേബിളെ വെച്ചിട്ട് എന്ത് ചെയ്തു, നേരെ ശ്രുതിനെ വിളിക്കാനായിട്ട് പോയി. അങ്ങനെ ശ്രുതിനെ വിളിക്കാനായിട്ട് ചെന്നു. ആ സമയത്താണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. സച്ചി കയറി കാപ്പി കുടിക്കാനായിട്ട് കൈ കഴുകി വന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പം ടേബിളിൽ മസാല ദോശ ഇരിക്കുന്നു. അപ്പം രേവതി മേടിച്ചോണ്ട് വന്നായിരിക്കും രാവിലെ പൂവെടുക്കാൻ വേണ്ടി പോയപ്പം. അമ്പടി കള്ളി, ഏതായാലും മസാല ദോശ ഇന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്തു, ആ മസാല ദോശ എടുത്ത് കഴിക്കുക. അപ്പൊ രേവതി വന്ന് നോക്കിയപ്പോഴത്തേക്കും അയ്യോ എന്താ സച്ചേട്ടാ ഇത് ശ്രുതി മേടിച്ചോണ്ട് വന്ന മസാല ദോശ, ഇതെന്തിനാ സച്ചേട്ടൻ തിന്നത്? അത് പിന്നെ ആര് മേടിച്ചോണ്ട് വന്നാന്ന് എനിക്കറിയാമോ? ഇവിടെ ഇരുന്നപ്പോ ഞാൻ എടുത്ത് തിന്നു, ഞാൻ ഓർത്ത് നീ മേടിച്ചോണ്ട് വന്നാന്ന്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി പോയി ശ്രുതിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരും, ഒരു സർപ്രൈസ് ഉണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടെ വന്നപ്പോഴത്തേക്കും സച്ചി ദേ ഇരുന്ന് മസാല ദോശ കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇത് കണ്ടതും രൂക്ഷമായിട്ട് നോക്കണം.
അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടന് അറിയില്ലായിരുന്നു, ഞാൻ മേടിച്ചാന്ന് ഓർത്താ കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ ഒരു മാനേഴ്സ് ഇല്ലാതെ നിങ്ങൾ പെരുമാറുന്നത്? ആഹാ, ഞാൻ എന്റെ ഭർത്താവിന് മേടിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ പെട്ടെന്ന് സുധിയും ചോദിച്ചു, അപ്പൊ എനിക്ക് മേടിച്ചോണ്ട് വന്ന മസാല ദോശയാണോ ഇപ്പൊ ഇവനിരുന്ന് കയറ്റുന്നത്? അതെ അതെ സുധി, ഞാൻ സുധിക്ക് മേടിച്ചോണ്ട് വന്ന, സുധിക്ക് കഴിഞ്ഞ ദിവസം മസാല ദോശ തന്നെ കൊതിയാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വന്നതാ. ഇത് അത്രയ്ക്ക് നന്നായില്ല രേവതി, ഇതേതായാലും വെറും ചീപ്പ് പരിപാടി ആയിപ്പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, എന്ത് ചീപ്പ്? ആഹാരം കഴിക്കാനുള്ളതല്ലേ, ഇതിവിടെ കൊണ്ടുവച്ചു, ഇത് ആര് വെച്ചാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ എടുത്ത് കഴിച്ചു. അപ്പം ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് കഴിക്കുമോ? ഒരു മാനേഴ്സ് വേണ്ടേ, ചോദിക്കണ്ടേ ഇത് ആരക്കാ, എന്തിനാ, ആര് മേടിച്ചതാന്ന്? അല്ല, ഈ വീട്ടിൽ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഇവിടെ മറ്റുള്ളവരും താമസിക്കുന്നതല്ലേ, അവരുടെ അന്ന് ചിന്തിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചൊന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ സച്ചി ആഹാരം കഴിച്ചോണ്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ രവീന്ദ്രന്റെ പുറകെ നമ്മുടെ ചന്ദ്രൻ വന്നു. ചന്ദ്രയാണെങ്കിൽ, ഓഹോ, ഇത് മനഃപൂർവ്വം തന്നെ ഇവന്റെ പെണ്ണും പുള്ളിയാ, ഇവളെ മനഃപൂർവ്വം ഇവനെ കൊണ്ട് ജയിപ്പിച്ച എന്റെ മോന് മസാല ദോശ കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, ദേ മിണ്ടാതിരുന്നോണം, ഇതിവിടെ കൊണ്ടുവച്ചു, ഞാൻ എടുത്ത് കഴിച്ചു. അല്ല, ഇനിയിപ്പം ഇതിവിടെ കൊണ്ടുവച്ചത് സുധിക്ക് കഴിക്കാനുള്ളതായിരുന്നെങ്കിലേ ഒരു കാര്യം ചെയ്യണമായിരുന്നു, നിങ്ങൾ റൂമിൽ കൊണ്ടുവച്ച് കഴിക്കണമായിരുന്നു. ഇവിടെ ഈ ഒരൊറ്റ പൊതിയായിട്ട് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കാന്ന് ഓർത്തോണ്ട് ആരാ ഇരിക്കുന്നത്? ഇപ്പൊ രേവതിയും പറഞ്ഞു, അതെ ശ്രുതിക്ക് മാനേഴ്സ് ഉണ്ടോ? ഇപ്പൊ ശ്രുതി ചോദിച്ചല്ലോ എനിക്ക് മാനേഴ്സ് ഉണ്ടോന്ന്. സാധാരണ മാനേഴ്സ് ഉള്ളവര് ഈ വീട്ടിലുള്ള എല്ലാവർക്കും പാഴ്സൽ മേടിച്ചോണ്ട് വരും. ഞങ്ങളും പലതവണ മേടിച്ചിട്ടുണ്ട്, ഈ വീട്ടിലെല്ലാവർക്കും ഞങ്ങൾ മേടിച്ചോണ്ട് വന്നത്. പക്ഷെ ഇത് ഒരാൾക്ക് തന്നെ മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും അത് മാനേഴ്സ് ആണോന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കയറി ഇടപെട്ടിട്ട്, ഓഹോ, എന്റെ മരുമകളെ നീ മാനേഴ്സ് പഠിപ്പിക്കാൻ ആരുടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിർത്തടി എന്ന് പറഞ്ഞു. ചന്ദ്രേ, നീ മിണ്ടിപ്പോകരുത്, നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ കയറി ഇടപെടാന്? അതെ, സച്ചി കാണിച്ചത് ഒരു തെറ്റുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതിമോള് ഇതിവിടെ കൊണ്ടുവച്ചു, ഇതിനകത്ത് പേരെഴുതി വെച്ചിട്ടുണ്ടോ ഇത് ശ്രുതിക്ക് മേടിച്ചതാണെന്ന്? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്ത് വിചാരിച്ചു? അവന്റെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം അവൻ എടുത്ത് കഴിച്ചു. അത് ഇപ്പം ഭക്ഷണമാണല്ലോ, അതിനിപ്പം ഇതല്ലെങ്കിൽ വേറെ ഒരെണ്ണം പുറത്തുനിന്ന് മേടിക്കാലോ, ഇതിന് മാത്രം ഇട്ട് ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? അതും മാത്രമല്ല, രേവതി മോള് പറയുന്നത് പോലെ ഇവിടെ എല്ലാവർക്കും മേടിച്ചോണ്ട് വരുന്നതല്ലായിരുന്നോ? അതിന്റെ ഒരു മര്യാദ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ ശ്രുതി ആകെ പെട്ടുപോയിട്ടോ. ശ്രുതി അത് പിന്നെ അച്ഛ, ഞാൻ സോറി അച്ഛ എന്ന് പറഞ്ഞപ്പോ, ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല, ക്ഷമ പറയാൻ മാത്രമുള്ളൊരു തെറ്റൊന്നും കൊച്ചു നീ ചെയ്തിട്ടില്ല, പിന്നെ പറയാനുള്ളതങ്ങ് ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷയെ ശ്രീകാന്ത് ഇത് കേട്ടോണ്ട് നിന്നിട്ട് വർഷം എന്ത് ചെയ്തു, ഞാൻ എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്, ഏതായാലും ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇവിടെ വഷളാക്കണ്ട, ഞാൻ എല്ലാവർക്കും മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, അത് ആരോട് ചോദിച്ചിട്ടാണ് നീ ഓർഡർ ചെയ്തത്, അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതിനിപ്പോൾ എന്നാ ഇപ്പോൾ ഓർഡർ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് എല്ലാവർക്കും കഴിക്കാമല്ലോ, അത്ര തന്നെയെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായെങ്കിലും സച്ചി ഇത് പുറത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. സച്ചി നല്ല പിടിച്ചു തന്നെ നിന്നു. എന്നിട്ട് ലാസ്റ്റ് സച്ചി കൈയൊക്കെ കഴുകി എണീച്ചിട്ട് പറഞ്ഞു, രേവതി പൈസയെ എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, പൈസ? എന്ത് പൈസ? തിന്നു കഴിഞ്ഞിട്ടാണോ പൈസയുടെ കാര്യം പറയുന്നേ? പൈസ ഞാൻ മസാല ദോശയ്ക്ക് തരുന്ന കാര്യമല്ല പറഞ്ഞത്. രേവതി അലമാരിക്കകത്ത് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിട്ടിക്ക് അടയ്ക്കാനുള്ളതാ, അതെടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതാ. ഈ മസാല ദോശ തിന്നുന്നതിന് ഞാൻ നിനക്ക് പൈസ തരാനാ? അയ്യടാ, അതൊന്നും സജ്ജി ചെയ്യത്തില്ല. കാരണമേ ഇവൻ കുറെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയതാണല്ലോ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, പാർക്കിൽ പോയിരുന്ന് കഴിക്കാൻ. ഇതേ അതിലങ്ങോട്ട് എഴുതിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ. സത്യം പറഞ്ഞ വിറ്റ് കേസാണ് കേട്ടോ. ഏതായാലും സച്ചി അങ്ങ് പോയി, ഈ വിഷയമൊക്കെ അവിടെ അങ്ങ് തീർന്നു. അതായത് ഈ വിഷയം അവിടെയൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഭാമേനെ വിളിച്ചു വരുത്തി കുറ്റങ്ങൾ പറയുകയാണ്. അപ്പൊ ഈ റോഡിൽ കൂടെ നടന്നു പോവാ, എന്റെ പൊന്നു ഭാമേ, ഇതൊക്കെയാ പ്രശ്നം. ആ സച്ചിനെ രേവതിയിലും കൊണ്ട് ഒരു സമാധാനമില്ലാതെ നടക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇതിൽ ഒരു സൊല്യൂഷനും ഇല്ലല്ലോ, നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താ എന്റെ ഭാമയെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ഐഡിയ പറയാനാ? സച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, അവന്റെ കാര്യത്തിൽ എന്ത് ഐഡിയ കൊണ്ടിടാനും ഞാൻ. എന്ത് ഐഡിയ ആണെങ്കിലും അതെ എന്റെ പൊന്നു ചന്ദ്രൻ, എനിക്ക് നന്നായിട്ട് വിശക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ, നീ വിളിച്ചോണ്ടേ ഞാൻ പോകുന്നതാ, നമുക്ക് എവിടെയെങ്കിലും കയറി കുറച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറുക. ഏത് ഹോട്ടലില്? നമ്മുടെ ശ്രുതിയുള്ള ഹോട്ടലില്. അങ്ങനെ അവിടെ കയറി നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി ഇരുന്നപ്പോഴാണ് ശ്രുതി ഇത് കാണുന്നത്. തീർന്നില്ല എൻ്റെ ഈശ്വര, ശ്രുതി ഓടുന്നു, ചാടുന്നു, ഒളിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ഇതുവരെ ലിസ്റ്റ് എടുക്കാൻ ആരും വന്നില്ല. അപ്പൊ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഇതെന്താ ഇവിടെ ആരും ലിസ്റ്റ് എടുക്കാൻ വരാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മുതലാളി അവിടെ നിന്ന് ശ്രുതിനെ, ഡേ ഇങ്ങ് വന്നേ ദേ വന്ന് ലിസ്റ്റ് എടുത്തേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുവാണെങ്കിൽ ശ്രുതി അകപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ശ്രുതി പെട്ടെന്ന് വേറൊരു ലിസ്റ്റ് എടുക്കുന്ന ആളുണ്ട്. അപ്പം അവരോട് പറയാ, പ്ലീസ് ഒന്ന് പോയെടുക്കും, ഞാൻ അറിയുന്ന ഒരാളാ, കുറച്ച് പ്രശ്നമുള്ള കേസ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയി ലിസ്റ്റ് എടുത്തു. ഏതായാലും അയാൾ പോയി ലിസ്റ്റ് എടുത്തപ്പോഴും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയല്ല ചന്ദ്രയും ഭാമയും സംസാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ഓ സുതിമോന് അവനിപ്പം ജോലി കിട്ടി, അതുകൊണ്ട് ഇനി പേടിക്കാനില്ല. അവൻ നല്ലൊരു കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അവനെ മാനേജരാ. പാവം അവന്റെ കാര്യം പറഞ്ഞാൽ കഷ്ടമുണ്ട്. അവനിന്ന് മസാല ദോശ കൊണ്ടുവച്ചത് അവനില്ലേ ആ സച്ചിപ്പയ്യൻ, അവനെടുത്തോണ്ട് പോയി തിന്നു. ഓ എന്ത് ചെയ്യാനാ, എൻ്റെ മോനെ പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശ്രുതിയാണ് അങ്ങോട്ട് കൊടുക്കത്തുമില്ല. ഒരു കാര്യം ചെയ്താലോ, അവന് വേണ്ടി കുറച്ചേ പൂരി മേടിച്ചുകൊണ്ട് പോകാം. നല്ല പൂരിയല്ലേ, എന്നാൽ പിന്നെ കുറച്ച് പൂരി മേടിച്ചുകൊണ്ട് അവന് കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അവനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ നേരത്തെ വരുവാണെങ്കിൽ ഇത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സുധീനെ വിളിക്കാൻ തുടങ്ങുകയാണ്. സുധീനെ വിളിക്കാൻ തുടങ്ങി ഈ സമയത്ത് സുധി മാറി നിൽക്കുക. അപ്പം അടുത്ത ആൾക്കാർ വന്നു ഹോട്ടലിൽ. അപ്പൊ എന്ത് ചെയ്തു, ഈ മുതലാളി പറഞ്ഞു, എടാ നീ അവിടെ നിൽക്കാതെ, നീ പമ്മി കളിക്കാതെ നീ പോയി അവരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വേറെ ഒരു നിർവാഹവും ഇല്ല ലിസ്റ്റ് എടുക്കാതെ. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ സുധി പോയിട്ട് മാസ്ക് ഒക്കെ വെച്ച് ലിസ്റ്റ് എടുക്കാൻ ചെന്നതും ഫോൺ ബെല്ലടിക്കുന്നത് സുധിയുടെയാ. സുധി പെട്ടെന്ന് കട്ട് ചെയ്ത് വിട്ടു. തൊട്ട് പുറകിലുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രയും ഭാമയും. അത് കാണുന്നില്ല, ചന്ദ്രയും ഭാമയും കാണുന്നില്ല ഇവരെ, ആരെ, നമ്മുടെ സുധീനെ. എന്നിട്ട് സുധി ലിസ്റ്റ് എടുത്തിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അതെ അമ്മേ ഞാനേ മീറ്റിങ്ങിലാണേ. അല്ല മോന് പൂരി വേണോ? പൂരിയോ? പൂരിയൊന്നും വേണ്ട അമ്മേ, ഞാനിപ്പോൾ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ലിസ്റ്റോ? എന്ത് ലിസ്റ്റ്? അതെ പുതിയ പ്രോജക്റ്റിന്റെ ലിസ്റ്റ് എടുക്കുക. അമ്മ ഇപ്പൊ ഫോൺ വെക്കുക, എനിക്ക് പൂരിയൊന്നും വേണ്ട, ഞാനത് ഇവിടെ നിന്ന് കഴിച്ചോളാം, വെക്കമ്മേന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അയ്യോ പാവം എൻ്റെ മോന്, അവനെ മീറ്റിങ്ങിലാന്ന്. ഓ എൻ്റെ കുഞ്ഞുണ്ടല്ലോ വെച്ചടി കയറിക്കൊണ്ടിരിക്കുക. അവനെ വലിയ ഭാവിയുണ്ട്, അവൻ നല്ല നിലയിൽ തന്നെ എത്തും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഭാമയോട് പറയും. ഭാമയാണെങ്കിൽ ഭാമയ്ക്ക് അറിയാലോ ഈ വണ്ടി എവിടം വരെ പോകുന്ന വണ്ടിയാണെന്ന്. ഇത്രയും നാൾ നമ്മുടെ ഭാമ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭാമയ്ക്ക് ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ആ പി എക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ നമ്മുടെ മീരയുടെ കയ്യിൽ കൊടുക്കാനിട്ട് മീരയോട് പറയും, ഇത് കൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ വന്നാൽ വലിയ പ്രശ്നമാവൂലേ, അപ്പൊ ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തു വിടുകയാണ്. അപ്പൊ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഇത് എത്ര നാൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകൂടി, അത് പിന്നെ എന്ത് ചെയ്യാനും മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. സച്ചിനെ രേവതിനെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല. ഇന്നാണെങ്കിൽ ഞാൻ ശ്രുതിക്ക് മേടിച്ചു വെച്ച ആ ഒരു മസാല ദോശ എടുത്തും അവൻ തിന്നു. അവനൊരു മാനേഴ്സും ഇല്ലാത്തവനാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെയും കുറെ കുറ്റമൊക്കെ പറയാണ്. എന്നിട്ട് ശ്രുതിക്ക് ഇപ്പം ജോലി ഉള്ളത് എൻ്റെ ഏക ആശ്വാസം. ഇനി ഏതായാലും സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങണം. ശ്രുതിക്ക് ജോലി ഉണ്ടല്ലോ, ഏതായാലും മാസം 19,000 രൂപ ശമ്പളം കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് മീര ചോദിക്കുന്നു, ജോലി ഉണ്ടോ കൂലി ഉണ്ടോ, അതോ വേറെ എവിടെയെങ്കിലും നേണ്ടി തിരിഞ്ഞ് നടക്കാണോ? അല്ലടി, വരുമ്പോൾ ഭയങ്കര ടയേർഡാ. ശ്രുതി വരുമ്പോൾ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ അറിയാം ഭയങ്കര ടയേർഡാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജോലി ഉണ്ട് എന്നൊക്കെ പറയാം. എങ്ങനെ ടയേർഡാകാതിരിക്കും, ഹോട്ടലിലല്ലേ ജോലി. ഇതിൽ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷമുണ്ടല്ലോ, ഈ കൊതുക് പോകാനുള്ള ഒരു സ്പ്രേ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഫുള്ള് പെരയ്ക്കകത്ത് ഫുൾ അടിക്കുന്നു. അപ്പൊ നമ്മുടെ രേവതി അവിടെ ഉണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, വർഷം നീ എന്താ കാണിക്കുന്നത്, ഇതെങ്ങനെ അടിക്കല്ലേ, ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടൊക്കെ വരില്ലേ, കുറച്ചടിക്കാൻ പറയുമ്പോൾ കുറേശ്ശെ അടിച്ചാലൊന്നും പറ്റത്തില്ല, ഒരു കൊതുക് പോലും ഇങ്ങോട്ട് കയറാൻ പാടില്ല, കൊതുക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളുണ്ടാകും, അതുകൊണ്ട് മൊത്തം അടിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കൊതുകിന്റെ സ്പ്രേ മൊത്തം അവിടെ അടിച്ചു മൊത്തം പരത്തിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ കയറി വരികയാണ് കേട്ടോ. രവീന്ദ്രൻ അറിയാലോ, ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെ ജലദോഷം വരാനോ ശ്വാസം മുട്ടൽ വരാനോ ഒന്നും പാടില്ല. രവീന്ദ്രൻ വന്നതും പതുക്കെ ഇങ്ങനെ ചുമയ്ക്കാൻ തുടങ്ങി. ആ സമയം നമ്മുടെ വർഷ അവിടെ ഇല്ല, രേവതി മാത്രമേ ഉള്ളൂ. വർഷ അപ്പൊ തന്നെ ഡബിങ്ങിന് പോയി. അപ്പൊ രേവതി മാത്രമല്ലേ ഉള്ളൂ. രേവതി ആണെങ്കിൽ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. ചായ കുടിക്കാനും പറ്റുന്നില്ല, ചുമയ്ക്കാനും തുടങ്ങി, നെഞ്ചി കൈ പിടിച്ചിട്ട് അങ്ങ് വീഴുകയും ചെയ്തു. രേവതി തന്നെ ഉള്ളൂ. രേവതി പേടിച്ചു പോയി. രേവതി ആണെങ്കിൽ സച്ചിനെ വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുണ്ടോ, അതുമില്ല. ഒരു തരത്തിൽ ഓട്ടോയിൽ വിളിച്ച് നമ്മുടെ രേവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും വേറൊന്നുമല്ല, ഈ കൊതുകിനടിച്ച മരുന്ന് അത് നമ്മുടെ രവീന്ദ്രൻ അലർജി ഉണ്ടാക്കി. അപ്പം അത് സീരിയസ് ആയ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് എത്തിച്ചത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മുടെ ഡോക്ടർ പറയാണ്. ഏതായാലും രേവതിയാണ് ആ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രനെ അവിടെ എത്തിച്ചത്. ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചി വന്ന് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഈ ഒരു മരുന്നാണ് പ്രശ്നക്കാരനായതെന്ന് പറയാം. അപ്പൊ ഈ മരുന്ന് എവിടെ നിന്ന് വന്നു എന്ന് സച്ചി ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു വർഷ അടിച്ചതാണ്. പിന്നെ നമ്മുടെ വർഷയ്ക്ക് സമാധാനം ഉണ്ടോ? നമ്മുടെ വർഷയ്ക്ക് സമാധാനം കൊടുക്കുമോ സച്ചി? അതിനിടയ്ക്ക് ചന്ദ്ര വന്നിട്ട് രേവതിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി. നീ അവിടെ എന്നെ അടുക്കുമായിരുന്നു, ഈ മനുഷ്യനെ നിനക്ക് നോക്കാൻ പറ്റത്തില്ല, നീ പൂക്കടയിലായിരുന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രവീന്ദ്രൻ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, അതെ ചന്ദ്രേ, എനിക്ക് വയ്യാണ്ടിരിക്കുക, സംസാരിക്കാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ പറയാം, എനിക്ക് ആരും അറിയാതെ എന്തിനാ ആ പെങ്കൊച്ചിനെ വെറുതെ വഴക്ക് പറയുന്നത്? ആ പെങ്കൊച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ഇവിടെ ജീവനോടെ കിടക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, അതൊന്നും വേണ്ടച്ചാ, മാസ്ക് കയറ്റി വെക്കാൻ പറഞ്ഞ ഓക്സിജൻ മാസ്ക് ഒക്കെ വലിച്ച് കയറ്റി വെച്ചു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, അതെ നിങ്ങളുടെ ഇളയ മരുമകൾ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇളയ മരുമകളോ? വർഷയോ? വർഷ കൊതുകിനുള്ള മരുന്ന് അടിച്ചതാന്ന് പറഞ്ഞു.
ഏതായാലും ഇതങ്ങോട്ട് പാട്ടാക്കുകയാണ്. കൊതുകിനുള്ള മരുന്നടിച്ചത്. വർഷം വന്നു കഴിയുമ്പോൾ വർഷയുടെ വയറ് നിറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും സച്ചിയുടെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിക്ക് എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം ഇത് അടുത്ത ആഴ്ചയിലെ പ്രമോയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം രാവിലെ ഞാൻ ഈ ഒരു സ്ക്രാഫൊക്കെ വെച്ച് വന്നത് കുറേ പേര് ചോദിച്ചു പനിയാണോ എന്താ പ്രശ്നം എന്ന്. പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് എണീറ്റ് നിൽക്കാനുള്ള ഒരു ശേഷിയില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നമുക്ക് ഈ മുണ്ടുനീരെന്ന് പറയുന്ന ആ ഒരു സംഭവം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര വേദനയാണ്. തൊണ്ടയുടെ ഈ ഒരു സൈഡ് ഭയങ്കര വേദനയാണ്. ആകെ മൊത്തം കഷ്ടകാലമാണ്. ഇന്നലെ ഞാനൊരു കഥയിൽ പറഞ്ഞതേ ഉള്ളൂ ലാസ്റ്റ് 2025 എനിക്ക് മൊത്തം കഷ്ടകാലമാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇന്ന് ഇട്ടില്ലെങ്കിൽ നാളെ നമുക്ക് അത്രയും വ്യൂസ് കുറഞ്ഞു പോകും. അപ്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഇടണമല്ലോ. കാരണം നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്കും പല എന്താ പറയുക ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മാസം നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ പൈസ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതകളും കടങ്ങളും ഒക്കെ അവിടെ തന്നെ കിടക്കും. അപ്പം നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ വേറെ വലിയ അത്രയ്ക്ക് അങ്ങോട്ട് കിടപ്പാകുമ്പം ചെയ്യത്തില്ല. പിന്നെ ഇതിപ്പോൾ ഇച്ചിരിയൊക്കെ കുഴപ്പമില്ല, കുറച്ചൊക്കെ പച്ചയുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ വന്നിരുന്നത്. ഹോസ്പിറ്റലിൽ പോകണം. ഹസ്ബൻഡ് വന്നിട്ട് വേണം ഇനി ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ പെട്ടെന്നൊന്ന് കുറയാൻ. പിന്നെ ഇതിൻ്റെ ഈ നീര് കുറയാൻ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ കൂടുതൽ നേരം സംസാരിക്കത്തില്ല, ശ്വാസം മുട്ടും കൂടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.